നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കുമല്ലേ. അപ്പം അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ചർച്ചിൻ്റെ പേര് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കാം. കഴിയുമെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് തന്നെ വരിക. കാരണം ഇവിടെ ഇതേ പേരിൽ തന്നെ പല പള്ളികളുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കില്ല, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ചോദിക്കാൻ ആളുകളൊന്നും അധികമുള്ള സ്ഥലങ്ങളൊന്നുമല്ല, നിങ്ങൾ ഈ വിഷയിൽ കണ്ടാൽ അറിയാം. അപ്പം കഴിയുന്നതും ആ ഗൂഗിൾ മാപ്പ് നോക്കി കൺഫേം ആക്കിയിട്ട് തന്നെ വരിക. അപ്പോൾ പറഞ്ഞു വന്നത് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചയെക്കുറിച്ചാണ്. ചർച്ച് വളരെ ഫേമസ് ആയത് നമ്മുടെ ലൂസിഫർ സിനിമ ഇറങ്ങിയതിൽ പിന്നാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ഒരു പള്ളിയൊക്കെ ആയിരുന്നു. അതിന് ഡ്രാക്കുള പള്ളി എന്നൊക്കെയാണ് ഇവിടെയുള്ള നാട്ടുകാർ വിളിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ആഴ്ചയിലൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് ഈ യാത്ര. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മിക്ക ഭാഗങ്ങളും ഞാൻ യാത്രയുടെ കൂടുതൽ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ആ റോഡുകൾ ഈ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമുക്കത് ഈ റോഡുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ അധികം കട്ട് ചെയ്ത് കളയുന്നില്ല. നമ്മുടെ സൈഡിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലൂസിഫറിൻ്റെ എന്തോ ഒരു ഫൈറ്റ് സീനൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കാണെന്ന് തോന്നുന്നു, യാതൊരു ഉറപ്പുമില്ല. അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ ലൊക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വഴികളൊക്കെ തന്നെ കാണിക്കാൻ കാരണം രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അതിലേക്കൂടെ പോകുന്നൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകാം. അധിക ദൂരമൊന്നും കാണിക്കുന്നില്ല, പക്ഷേ എങ്കിലും ഉള്ള റോഡ് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എത്താൻ ഇച്ചിരി താമസം പെടുന്നുണ്ട്. എങ്കിലും നമുക്കത് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. ആ റോഡ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതായിരുന്നു നമ്മുടെ ചർച്ച്. ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു എന്താ പറയുക, കുറേ തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ചെറിയ വഴികൾ, നമ്മൾ വന്ന വഴികൾ കണ്ടല്ലോ, ചെറിയ വഴികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുക്ക് ഇങ്ങനെ ഒരു പള്ളി, വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചിലാണ്. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വഴിയില്ലായിരിക്കും. അപ്പോൾ ലൂസിഫർ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പിടി കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഡ്രാക്കുള പള്ളി എന്നാണ് ഇവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സിനിമ വന്നതിൽ പിന്നെ ഇത് ലൂസിഫർ ചർച്ച് എന്നാണ് പൊതുവെ ഇപ്പോൾ പറയുന്നത്. എൻ്റെ ശരിക്കുള്ള പേര് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചാണ്. ഇവിടെയാണ് മറ്റേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത തോന്നുന്നത് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു മരമാണ്. കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഈ മരത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന മരവും ഈ പള്ളിയും കൂടെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് ദൂരെ നോക്കുമ്പോൾ. അപ്പോൾ ഇതിനപ്പുറത്താണ് കല്ലറയൊക്കെ. ഇപ്പോൾ ലാലേട്ടനൊക്കെയാണ് ഡയലോഗ് പറഞ്ഞ എവിടെയാണ്, പക്ഷേ ആ കല്ലറ അവർ സെറ്റ് ഇട്ടതാണ്. അത് അങ്ങ് ഒറിജിനലല്ല, സെറ്റ് ഇട്ടിട്ട് ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്നാണ് ലാലേട്ടൻ ഡയലോഗൊക്കെ പറയുന്നത്. അപ്പം ഈ പള്ളി നേരത്തെ പൊളിഞ്ഞ അവസ്ഥയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൂസിഫർ സിനിമ കഴിഞ്ഞപ്പോൾ ആശീർവാദ് സിനിമാസ് തന്നെ
ഈ പള്ളി രണ്ടാമത് മെയിൻ്റെനൻസ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന നിലയിലാക്കി. സിനിമയിൽ കാണുന്ന പോലെ ഇതൊരായിരിക്കില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ആശീർവാദ് സിനിമാസ് തന്നെ ഈ പള്ളി ഇപ്പോൾ കാണുന്ന ഈ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ കാണുന്ന ഒരു രൂപമൊക്കെ കാണിക്കും, തലയില്ലാത്ത രൂപമൊക്കെ കാണിക്കുന്നത്, അതെല്ലാം അവർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ടിട്ട സെറ്റ് തന്നെയാണ്. നമ്മളിവിടെ എത്തിയത് ഒരു ഉച്ച സമയത്തോടു കൂടിയായിരുന്നു. അപ്പം പച്ചപ്പൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് നിന്നിരുന്ന ഒരു ചുറ്റുപാടായിരുന്നു ഇത്. പക്ഷേ എന്നാൽ വൈകിട്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് ഈ ചുറ്റുപാടുകളൊക്കെ മാറി ഈ പള്ളിക്കും ഈ ചുറ്റുപാടിനും വേറൊരു രൂപം കൈവരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.